आज इस समय के लिए प्रभु को धन्यवाद देता हूँ। प्रभु के वचन लेके आपके साथ खड़े होने के लिए मदद करने प्रभु को धन्यवाद देता हूँ। आइए सबको प्रभु यीशु मसीह के नाम से स्नेह वंदन दें। Praise the Lord. എനിക്ക് ഒരു വിഷയത്തിൽ വളരെ സന്തോഷമുണ്ട്. आज मुझे एक बात में बड़ा खुशी है। ഞങ്ങളുടെ നെയ്തൽ മോനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവാസത്തോടാണ് ദേശത്ത് കടന്നു വന്നത്. आज हालेलुया हमारा बेटा नेतल उपवास के साथ प्रभु यीशु में आराधना में आया। എൻ്റെ ഉപ്പ ഇതുവരെ എന്നോട് ഉപവസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. हालेलुया आज तक उसने कभी मुझे नहीं बोला उपवास करना है। കാരണം ഒരു നേരം ആഹാരം കഴിക്കാനുള്ള ശരീരം ക്ഷീണിക്കുമെന്നുള്ള കാരണത്താലാണ്. क्योंकि एक समय भोजन नहीं किया तो उसके शरीर में कमजोरी रहेगा ऐसा हम सोचते हैं। ഞാൻ എൻ്റെ മോനോട് ഉപവാസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഇതുവരെ. मैंने भी कभी नहीं बोला कि हालेलुया तू उपवास कर। കഴിഞ്ഞ ദിവസം ഞാൻ 7 ദിവസം ഉപവാസം വന്നു പറഞ്ഞു. हालेलुया पिछले दिन मेरे को बोला मैं 7 दिन फास्टिंग करूंगा। ഞാൻ പറഞ്ഞു എന്തോ പറയുന്നതെന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ എന്നിട്ട് പറയാം ഡ്രസ് ചെയ്ത് പറയാം ഞാൻ ഉപവാസത്തോടാ പോകുന്നത്. हालेलुया आज सुबह उठा हालेलुया कपड़ा बदला बोला आज मैं कुछ खाऊंगा नहीं मैं उपवास हूं। മനസ്സിൽ വളരെ സന്തോഷമുണ്ടായി. मुझे बहुत खुशी हुआ। പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് പ്രോത്സാഹിപ്പിക്കണമല്ലോ. हालेलुया जब उनको प्रोत्साहन देना तभी प्रोत्साहन। അതുകൊണ്ട് ഞാൻ പൊതുവിൽ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം मैं हालेलुया इसलिए खुल के इसलिए कहा हमारे सारे बच्चों को हालेलुया प्रोत्साहन देके उपवास करने वाले। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. हालेलुया എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. सबको प्रभु बहुत ऐसा आशीष दे। ഇന്ന് ഏഞ്ചൽ ആരാധനയ്ക്ക് വന്നത് 11:50 ഇവിടെ വന്നത്. हालेलुया आज एंजल 11:50 में आराधना में। ഒരു 10 മിനിറ്റ് മുമ്പ് സുനിൽ ബ്രദറും ഡാനിയൽ ഡിസൂസ ഇവിടെ വന്നത്. 10 मिनट पहले भाई सुनील और भाई डैनियल डिसूजा आए। 9:30 ഇവിടെ വന്നവരുണ്ട്. 9:30 बजे आए लोग हैं। പിന്നെ 10 മണിക്ക് നമ്മുടെ ആരാധന. 10 बजे आए लोग हैं। ഞാൻ പേര് വിളിച്ച് പറയാൻ കാരണം नाम लेने का कारण ഇതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ പറഞ്ഞതാ. मैं इसके पहले भी हालेलुया यहाँ पे कहा है। ഇവരോട് ഞാൻ അന്ന് പൊതുവെ പറഞ്ഞു. मैं तभी हालेलुया उनको हालेलुया व्यक्तिगत तौर से कहा। നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഞാൻ പേര് വിളിച്ച് പറയും. हालेलुया यदि आप रिपीट करेंगे तो मुझे कलीसिया के सामने कहना। ദൈവസന്നിധിയിൽ വിശ്വസ്തത വേണം. लोग प्रभु से प्यार करके विश्वास करें। പിണങ്ങിയാൽ ഒരു കുഴപ്പമില്ല. हालेलुया आप मुझसे नाराज होने से काम नहीं बनेगा। നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. आप लोग इधर आते हैं हमारी एक ही इच्छा है कि आप आशीष हो। ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര വിഷയങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. अब प्रत्येक व्यक्ति बहुत कठिन विषयों की तरह गुजरे आप स्वयं जानते हैं। അതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. हालेलुया आपके लिए दिन रात प्रार्थना करने वाले हैं हम। പ്രൈസ് ദി ലോർഡ്. 11:50 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 50 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. हालेलुया 11:50 बोला तो 1 घंटा 50 मिनट के बाद प्रभु के चरणों में आ रहे हैं। ഞാൻ ദുബായിൽ ജോലി ചെയ്യുമ്പോൾ मैं जब दुबई में नौकरी कर रहा था HR പേറോൾ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. हालेलुया HR में पेरोल लेने का समय था। അപ്പോൾ ക്വാണ്ടിറ്റി സർവേർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. हालेलुया क्वांटिटी सर्वे करके काम करने वाली लेडी थी। ആ ലേഡി അവർ പ്രഗ്നന്റ് ആയതുകൊണ്ട് കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടാണ് വന്നത്. हालेलुया गर्भवती से कुछ दिन देरी से आई। അപ്പോൾ അവിടെ പഞ്ചിങ് മെഷീൻ ഉണ്ട്. वहाँ पे पंचिंग मशीन है। ആ ടൈമിംഗ് എടുത്തിട്ട് ആ പഞ്ചിങ് മെഷീൻ എടുത്തിട്ടാണ് നമ്മൾ ടൈം പേറോൾ ചെയ്യുന്നത്. हालेलुया उसमें से हालेलुया बायोमेट्रिक्स निकाल कर हालेलुया इनका हालेलुया सैलरी प्रोसेस होता है। അപ്പോൾ എല്ലാ ദിവസവും 10 20 25 അരമണിക്കൂർ ഇവര് ലേറ്റ് ആവുന്നുണ്ട്. रोज हालेलुया 10 मिनट 15 मिनट हालेलुया आधा घंटा लेट होते हैं। മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു मैनेजर ने मुझसे बोला ആ അത്രയും മണിക്കൂർ കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. उतना घंटे कम का पगार दो। അവർ പ്രഗ്നന്റ് ആ ലേഡി. हालेलुया वो गर्भवती है। കാരണമുണ്ട് ലേറ്റ് ആകാനുള്ള. वो देरी से आने का कारण है। പക്ഷേ അദ്ദേഹം പറഞ്ഞു കമ്പനി റൂളാ. हालेलुया उन्होंने मुझे बोला ये कंपनी का रूल 8 മണിക്കൂറോട് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. हालेलुया 8 घंटा काम करना पड़ेगा करना ही। ആര് ലേറ്റ് ആയി വന്നാലും സാലറി കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. बोले जो भी देरी से आता है उनका सैलरी कट करो। ആ ലേഡി എൻ്റെ അടുത്ത് വളരെ ദേഷ്യപ്പെടുവാനാണ്. वो आके मेरे ऊपर बहुत नाराज हो गए। ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്ത് മാനേജർ പറഞ്ഞിട്ടാ ചെയ്തത്. मैंने बोला मैंने नहीं मैनेजर ने बोला है। ഏഞ്ചല് ഇവിടുന്ന് 3 മണിക്കാണ് തോന്നുന്നു പോകുന്നു വീട്ടിൽ നിന്ന്. हालेलुया 3 बजे हालेलुया घर से जाते हैं। ക്യാബ് 3 മണിയാകുമ്പോൾ ഇവിടെ വരും തോന്നുന്നു. 3 बजे हालेलुया क्या आता है। 5 മണിക്കല്ല ഏഞ്ചൽ അവിടെ നിന്ന് ക്യാബിനകത്ത് കയറുന്നത്. 5 बजे जाने से आपका कैब आपको नहीं मिलेगा। ചെല്ലുന്ന കമ്പനിക്കകത്തും പഞ്ചിങ് മെഷീൻ ഉണ്ട്. अरे आप जाते हो कंपनी में पंचिंग मशीन है। അവര് പറഞ്ഞ സമയത്ത് പഞ്ച് ചെയ്താലേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. उन लोग बोलते हैं समय पंच करने से अंदर जाएगा। ഒരു 10 ദിവസം ഇങ്ങനെ ലേറ്റ് ആയിട്ട് കയറി ചെന്നാല് 10 दिन लेट होने से അതിനുള്ള പണിഷ്മെന്റ് അവർ തരും. उसका पनिशमेंट वही कंपनी देता है। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। ഈ 6 ദിവസവും ജോലിക്ക് പോകാനും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ദൈവം നമ്മളോട് കൂടി ഇരുന്നു. 6 दिन नौकरी करने के लिए बाकी सब काम प्रभु ने मदद किया। ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ പഞ്ച്വാലിറ്റി ഉള്ളവരായിരിക്കും. अगर प्रभु की बातों में हम विश्वास करें ഇത് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാ. ये सब आप लोग आशीष होने के लिए हम कहते പ്രൈസ് ദി ലോർഡ്. हैं। प्रेज द लॉर्ड। 9:30 വരാൻ കഴിയുന്നവർ ഇവിടെ 9:30 വരണം. जो 9:30 आ सकते 9:30 को आइए। അല്ലെങ്കിൽ മാക്സിമം 10 മണിക്ക് ഇതിനകത്ത് കയറിയിരിക്കണം. नहीं तो 10। ദാനിയേലും ജോലി ചെയ്യുന്ന ആളാ. दानियल भी नौकरी करता है। അവിടെ 10 മണിക്ക് ഏകദേശം ജോലി ആരംഭിക്കും. अल्ले करीबन 10 बजे वहां पे पहुंचना है मेरा मुझे लगता है। താമസിച്ച് എന്നാല് പയ്യ അല്ലെങ്കിൽ രാഹുൽ ചോദിക്കും अल्ले देरी से कहते हैं भैया नहीं तो राउंड पूछेंगे। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड।
മാനുഷിക മര്യാദകൾ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ हम इंसान से डर कर वो करते हैं तो നമ്മൾ ദൈവത്തിന്റെ കാര്യം നമ്മൾ അനുസരിക്കണം. परमेश्वर की बातों में हम अधिक हालेलुया അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ वचन कहता है पहले तुम उसके राज्य और धर्म की खोज അതോടുകൂടി ബാക്കിയെല്ലാം നമ്മുടെ बाकी सब प्रभु तुमको दे देगा. അടുത്ത ആഴ്ച മുതൽ ഇവര് കറക്റ്റ് സമയത്ത് വരും ഞാൻ വിശ്വസിക്കുന്നു. जो मैं विश्वास करता हूं अगले सप्ताह से सब लोग समय पर എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ सब हाथों उठा के प्रभु को धन्यवाद करेंगे. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. प्रकाशित वाक्य 1:9 और 10 वचन पढ़े. मैं यूहन्ना जो तुम्हारा भाई और यीशु के क्लेश വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-10. मैं यूहन्ना जो तुम्हारा भाई और यीशु के क्लेश और राज्य और किरस में तुम्हारा सहभागी हूँ, परमेश्वर के वचन और यीशु की गवाही के कारण पतमुस नामक टापू में रुका. मैं प्रभु के दिन आत्मा में आ गया और अपने पीछे तुरी पासा पड़ा शब्द यह कहते सुना, जो कुछ तू देखता है उसे पुस्तक में लिखकर सातों कलीसियाओं को भेज दे. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ചാൽ सभा को बहुत करें. പരിശുദ്ധ പിതാവേ നന്മസ്മേതനായ സ്തോത്രം. കർത്താവ് വായിച്ചതിനായി സ്തോത്രം. കൃത്യമായി സംസാരിക്കുന്നതിന് ആത്മാവ് കൂടി കേൾക്കുന്ന ജനത്തിന് ശുശ്രൂഷിക്കുന്ന അടികൾക്ക് അനുഗ്രഹമായി നിന്റെ കൃപ പകരണമേ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ अगले तुम्हारा भाई हालेलुया और यीशु मसीह कृष्ण में सहभागी हो तो यूहन्ना मैं ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. हालेलुया परमेश्वर के वचन के कारण मैं पतमोस टापू में था. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. प्रभु के दिन में मैं आत्मा में परिपूर्ण हूं. വെളിപ്പാട് പുസ്തകം എഴുതി യോഹന്നാനാണ് നമുക്കറിയാം. ये प्रकाशित वाक्य यूहन्ना ने लिखा है. വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായങ്ങളുണ്ട്. सुंदर 22 अध्याय है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവും അനന്തര സംഭവങ്ങൾ നമുക്ക് അതിനകത്ത് വായിക്കാൻ पहले കഴിയും. प्रभु यीशु मसीह द्वितीय आगमन और दुनिया में होने वाली बातों के बारे में वर्णन किया गया है. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഭാഗത്ത് 666 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് നമ്മൾ കേൾക്കും. हम कई बार 666 के बारे में सुनते हैं. ഹല്ലേലൂയ. മഹോദര പ്രകാരത്തെ പറ്റി നമ്മൾ കേൾക്കും. हालेलुया महापीड़ा का क्लेश के समय के बारे में സഹസ്രാബ്ദ വാഴ്ചയെ പറ്റി നമ്മൾ കേൾക്കും. 1000 साल के राज्य के बारे में सुना है. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് വെളിപ്പാട് പുസ്തകം തരുന്ന ഒരു മെസ്സേജ് ഇപ്രകാരം इसको सबसे बढ़कर प्रकाशित वाक्य में ये हालेलुया मैसेज देता है. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്, हमारा आराधना करते हमारा परमेश्वर, മഹത്വവും തേജസ്സുമുള്ള യേശു ക്രിസ്തു हालेलुया महिमा से परिपूर्ण परमेश्वर അവന്റെ സകല ശത്രുക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് सारे शत्रुओं को हालेलुया अपने पैरों में तले करते हुए അവന്റെ രാജ്യം സ്ഥാപിക്കും. वो अपना राज्य स्थापित करेगा. തന്റെ സഭയെ നിത്യതയിലേക്ക് वो പ്രവേശിപ്പിക്കും. कलीसिया को लेके अनंत काल में प्रवेश करेगा. ഹല്ലേലൂയ. हालेलुया. അവൻ രാജാവ് രാജാവായി वो വാഴുന്ന राजाओं का കാലം. राजाओं के आने वाला है. സകല ശത്രുവിനെ തോൽപ്പിക്കുന്ന കാലം. सारे शत्रुओं को हरा देगा. ഹല്ലേലൂയ. അവൻ രാജാവായി വരുന്ന സമയത്ത്, हमारे प्रभु यीशु जब राजाओं के आएगा, അവന്റെ രാജ്യം വരുന്ന സമയത്ത് उससे राज्य आएगा. അവന്റെ സഭയാകുന്ന മണവാട്ടിയായി നമ്മളെ उसे कलीसिया तो हमको അവന്റെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കും. अनंत काल के जीवन में ले चलेगा. ഇതാ വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്ന ये സന്ദേശം. हालेलुया प्रकाशित वाक्य में वो हालेलुया कहता है. ഹല്ലേലൂയ. हालेलुया. ഇതെല്ലാം വിശ്വാസികൾ വായിച്ചിരിക്കണം. ये सारे विश्वासियों के लिए हालेलुया एप्लीकेबल है. പക്ഷെ ഇത് വായിക്കുമ്പോൾ ശത്രുവിന് വലിയ പോരാട്ടം ഉണ്ടാകും. हालेलुया पढ़ने के लिए शैतान तो युग रोकता है. കാരണം ശത്രുവിന്റെ എന്നേക്കുമായുള്ള തോൽവിയാ വെളിപ്പാട് क्योंकि शैतान हर പുസ്തകം. समय के हार जाते हुए बातों के बारे में प्रकाशित वाक्य में लिखा गया है. ശത്രു തോൽക്കുന്നത് വായിക്കാൻ ശത്രുവിന് ഇഷ്ടമല്ല. अरे शैतान हारने वाला है ये सुनना उसको पसंद नहीं है. എന്നേക്കുമായി ജയാളിയായി വരുന്ന ക്രിസ്തുവിനെ പറ്റി നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ശത്രുവിന് ഇഷ്ടമല്ല. हर समय के जयवंत हो गया तो यीशु के बारे में पढ़ के सुनना उसको अच्छा नहीं लगता. അപ്പൊ ശത്രു വളരെ ശക്തമായിട്ട് നമ്മളോട് പോരാടും. वो हमसे लड़ता है. പക്ഷെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവവചനം വായിക്കാമെങ്കിലേ लेकिन प्रार्थना पूर्वक यदि प्रभु को वचन पढ़ते हैं, നമുക്ക് മനസ്സിലാക്കി വളരെ ഭയഭക്തിയോടുകൂടി നമ്മുടെ ക്രിസ്ത്യൻ നയിക്കാൻ ദൈവം സഹായിക്കും. हालेलुया डर के साथ हमारा मसीह जीवन बिताए. യോഹന്നാൻ ഈ പുസ്തകം എഴുതി നമുക്കറിയാം. यूहन्ना ने ये हालेलुया किताब लिखा है. യേശു അധികം സ്നേഹിച്ച വ്യക്തിയാ യോഹന്നാൻ. यीशु बहुत अधिक प्यार करने वाला व्यक्ति है यूहन्ना. യേശുവിനെയും അധികം സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ. यीशु से भी प्यार करने वाला व्यक्ति था यूहन्ना. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ये മനുഷ്യൻ. यीशु क्या ले लिया इस गले से लगा हुआ. ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിന്റെ വാസന മനസ്സിലാക്കിയവനായ യോഹന്നാൻ. अरे यीशु को हालेलुया बहुत करीब से पहचानने वाला. യേശുവിന്റെ ഹൃദയ സ്പന്ദനം കേട്ടവനായ യോഹന്നാൻ. यीशु के हृदय को धड़कन को सुनने वाला. ഹല്ലേലൂയ. അപ്പൊ യേശുവിനോട് കൂടെ ചേർന്നിരുന്ന അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കുമ്പോ अली यीशु के साथ रहने से उसका वचन सुनने से ബാക്കി 11 പേര് കൂടെ ഉണ്ട്. बाकी 11 जन भी साथ में അവരോട് കൂടി ഇരുന്ന് സംസാരിക്കാനും ചെലവിടാനും ഒക്കെ ഉള്ള ചെലവിടാനുള്ള സമയമുണ്ട്. उनके साथ भी समय खर्च किया. പക്ഷെ അതൊന്നും ആ സമയം വേസ്റ്റ് ആക്കി കളയാതെ लेकिन कोई समय खर्च नहीं करता. യേശുവിനോട് ചേർന്നിരുന്ന രാജ്യം ശിഷ്യൻ. यूहन्ना हर समय यीशु के साथ मिला. ഹല്ലേലൂയ. हालेलुया. മറ്റുള്ളത് നോക്കിയും കണ്ടും പറഞ്ഞും ഒക്കെ നമ്മുടെ സമയം കളയാതെ बाकी इधर उधर की बातें सुन के हमारा समय खर्च नहीं करते. കിട്ടുന്ന സമയമൊക്കെ നാം കർത്താവിനോട് കൂടെയാണെങ്കിൽ, मिलते हुए समय हम प्रभु के साथ बिताते हैं तो അവനോട് ചേർന്നായിരിക്കുന്നതെങ്കിൽ उसके साथ बने रहते तो ആർക്ക്
ആർക്കും കൊടുക്കാത്ത വെളിപ്പാട് ദൈവം നമുക്ക് और किसी को नहीं देते हुए प्रकाशन प्रभु हमें देगा। പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ട വെളിപ്പാട് ആരും കണ്ടിട്ടില്ല. पतमस द्वीप में आने यूहन्ना को मिला वो प्रकाशन का और किसी को नहीं मिला। പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ട ദൈവശബ്ദം ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. यूहन्ना ने सुना वो प्रकाशित हुआ कि दुनिया में और किसी ने नहीं सुना। നാം ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകുക. यदि तू प्रभु के साथ बैठने के लिए तैयार हो जाए, ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുക. प्रभु का आवाज सुनने के लिए तैयार हो जा। ആരും കാണാത്ത വെളിപ്പാട് നമുക്ക് കാണാനിടയായി തീരും. किसी ने नहीं देखा वो प्रकाशित हुआ कि तू देखेगा। ആരോടും പറയാത്ത ദൈവശബ്ദം നമുക്ക് കേൾക്കാനിടയായി और തീരും. किसी ने नहीं सुना प्रभु का आवाज सुनेगा। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथों को उठा के प्रभु को धन्यवाद करेंगे। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ ഈ ദർശനം വെളിപ്പാടും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഈ യോഹന്നാനെ മാത്രം ദൈവം എന്താ ഇപ്രകാരം കാണിച്ച് केवल ചിന്തിക്കണം. यूहन्ना को क्यों दिखाया? പ്രൈസ് ദി ലോർഡ്. കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായ യൂദ. यूदा भी साथ में था। യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത് തന്റെ വഴിക്ക് പോയി. इसलिए यूदा ने यीशु को पकड़वा दिया और जाके मर गया। ഹല്ലേലൂയ. ഗത്സമനയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേന് ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. गतसमने के बाहर से सारे चेले यीशु को छोड़ के भाग गए। അപ്പൊ കൂടെ നിന്നവരെല്ലാം ഓടിപ്പോയി. साथ में जो खड़े थे सब भाग गए। പിന്നെ പത്രോസ് യോഹന്നാന്റെ കൂടെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. पतरस यूहन्ना के साथ थोड़ी देर था। പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോ थोड़ी देर के बाद പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് पतरस ने भी 3 बार इनकार करके चला गया। എന്നിട്ടും तो भी യോഹന്നാൻ യേശുവിന്റെ കൂടെ यूहन्ना यीशु के साथ साथ चला। കാൽവരി വരെ യാത്ര ചെയ്ത ഏക ശിഷ്യനുണ്ടെങ്കിൽ യോഹന്നാൻ മാത്രം. कालवरी सलीब तक खाली उसके साथ चला हुआ एक चेला है तो യേശുവിന്റെ ക്രൂശീകരണം നേരിട്ട ഒരു ശിഷ്യനുണ്ടെങ്കിൽ യോഹന്നാൻ यीशु को മാത്രം. क्रूस पे चढ़ा जाते हुए आमने सामने देखा व्यक्ति यूहन्ना। ഞാൻ ഒന്നും കൂടെ പറയാ. और एक बात बोला, യൂദ ഒറ്റിക്കൊടുത്തിട്ട് പോയി കളഞ്ഞു. अरे यूदा हाल पकड़वा के चला गया। കൂടെ നിന്ന് നടന്ന ശിഷ്യന്മാരെല്ലാം ആ രാത്രിയിൽ ഭയാനകമായ അന്തരീക്ഷത്തിൽ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. उसके साथ सारे चेले लोग तितर बितर हो गए। കൂടെ നടന്ന പത്രോസ് ഇന്ന സർക്കിലുള്ള മനുഷ്യൻ അദ്ദേഹം 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് വിട്ടിട്ട് പോയി. पतरस भी परमेश्वर का 3 बार इनकार करके चला അപ്പോൾ गया। നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ एक बात हम സാധിക്കും. समझ सकते हैं, യോഹന്നാൻ കൂടെ നടന്ന ആരെയും അല്ല നോക്കിയത്. यूहन्ना साथ किया और किसी को नहीं देखा। യേശുവിന്റെ പുറകെ പോയപ്പോൾ യേശുവിനെ മാത്രമാണ് നോക്കി യാത്ര ചെയ്തത്. उसका नजर केवल यीशु के ऊपर था। യേശു സ്നേഹിച്ച സ്നേഹം എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. उसको मालूम पड़ा यीशु ने उसे कितना प्यार किया। യേശുവിന്റെ കൂടെ വന്നപ്പോൾ തനിക്കുണ്ടായ രൂപാന്തരം എന്താണെന്ന് യോഹന്നാൻ മനസ്സിലാക്കാനിടയായി തീർന്നു. आते समय में उसको क्या रूपांतर हुआ उसको मालूम पड़ा। അതുകൊണ്ട് താൻ എല്ലാ ശിഷ്യന്മാരെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുവാനിടയായി തീർന്നു. बाकी सब चेलों से बढ़कर यीशु से प्यार। അവന്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം കൊണ്ട് യോഹന്നാൻ കാൽവരി വരെ ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്നത്. और उसके अंदर यीशु के प्रति जो प्यार उसको कालवरी सलीब पे भी उसके पास लेके गया। ഹല്ലേലൂയ. അപ്പൊ യോഹന്നാനോട് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനിടയായി. यूहन्ना से हम एक प्रश्न पूछ सकते हैं, യാത്ര ചെയ്ത് പോകുമ്പോ जब तू जा रहा था നീ എവിടം വരെ പോകാനിടയായി? कहां तक जाएगा? ഹല്ലേലൂയ. യേശു ഗബദയുടെ കൽത്തളത്തിൽ അടിയേറ്റ് നിലവിളിക്കുക. यीशु वहां पे हालेलुया यसलिया जब चिल्लाता है, എല്ലാ മഹാപുരോഹിതന്മാരും ചേവകന്മാരും സദൂക്യരും ശാസ്ത്രിമാരും ജനമെല്ലാം യേശുവിനെതിരെ ആർത്തുകൊണ്ടിരിക്കുക. जब सब लोग यीशु के खिलाफ चिल्ला रहे हैं, അവരുടെ കൂടെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് അവരെ പിടിച്ചു കൊല്ലാനുള്ള സാധ്യത ആ രാത്രിയിലുണ്ട്. उसको सपोर्ट करने वालों को मार डालने के उनके साथ है। ഭയാനകമായ അന്തരീക്ഷമാണ് ആ രാത്രിയിലുള്ളത്. भयानक हालेलुया परिस्थिति है। എന്നിട്ടും യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ ആ കാൽവരി വരെ യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുക. वो भी यूहन्ना ये कालवरी सलीब तक यीशु के साथ साथ चला। അടികൊണ്ട് മുറിവേറ്റ ശരീരവുമായി ഭാരമേറി കുരിശുമേറി നടന്നു നീങ്ങുന്ന യേശുവിന്റെ പുറകെയായി യോഹന്നാൻ യാത്ര ചെയ്യുന്നത്. हालेलुया लहूलुआन में यीशु के साथ क्रूस उठा के जाते यीशु के साथ यूहन्ना चल रहा है। സകലർക്കും മരണഭയമുള്ള സമയമാണ് ആ സമയം. सब लोग मृत्यु के डर से भाग रहे हैं। മരണത്തിന്റെ സമയത്ത് ധൈര്യത്തോടെ മുമ്പോട്ട് ചലിച്ച് യാത്ര ചെയ്യുക ഒരു മനുഷ്യന് കഴിയത്തില്ല. अगले मौत के समय में याव के साथ खड़े होने वाला कोई नहीं रहता। ഏത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു മരണഭയം ഉണ്ടായിരിക്കാം. एक व्यक्ति के अंदर मरने का एक डर होता है। ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് कोई साथ नहीं देता। യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുമ്പോ यीशु को देख के आगे बढ़ते हुए യോഹന്നാനോട് ചോദിച്ചേക്കാം, यूहन्ना को पूछिए, നീ എവിടം വരെ യാത്ര ചെയ്യും? तू कहां तक जाएगा? യോഹന്നാൻ പറഞ്ഞേക്കാം, എന്റെ ചിന്ത ഇപ്രകാരമാ. मेरा विचार ऐसा है, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവന്റെ പിറകെ യാത്ര जितना मुझसे ചെയ്യും. हो सकता है उतना मैं उसके साथ चलूंगा। എവിടം വരെ നീ അവനെ നോക്കി യാത്ര ചെയ്യും? जहां तक तू यीशु के साथ चलेगा, എന്റെ കഴിവിന്റെ പരമാവധി അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ യാത്ര जितना ചെയ്യും. हो सकता है मैं उसके साथ साथ चलूंगा। അലറി വിളിക്കുന്ന ആയിരം ജനങ്ങൾ അവിടെ ഉണ്ട്. चिल्लाने वाले हजारों लोग उधर है। ആയുധം ധരിച്ച പടയാളികൾ അവിടെ ഉണ്ട്. हथियारबंद हालेलुया पहरे हुए हैं। അവരെ ആരെയല്ല യോഹന്നാൻ നോക്കിയത്. यूहन्ना उनसे नहीं डरता। തന്റെ ഉള്ളിൽ കടന്നു വരുന്ന ഭയം ഉണ്ടായിരിക്കാം. उसके अंदर डर आता പക്ഷെ होगा। അതൊന്നും വകവെക്കാതെ യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുക. वो उसके जीवन में
यीशु के प्रति जो प्यार उसको उसके साथ साथ ले चला। യോഹന്നാൻ ഇപ്രകാരമായിരിക്കും പറയുന്നത്, യോഹന്നാൻ एक बार ऐसे कहता है, എന്റെ കഴിവിന്റെ പരമാവധി, मेरे ताकत का आगे पूरा ताकत लगा, കഴിവിന്റെ പരമാവധി मैक्सिमम ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കും, मैं उसकी ओर देखूंगा। ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി इतना मुझसे हो सकता है, അവന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യും. मैं उसकी ओर देख के ഇന്ന് आगे പകൽക്കാലം തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, आज से प्रभु का वचन सुनने वाले കഷ്ടതയുടെ നടുവിൽ പിന്മാറി പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. कष्टों के बीच में पीछे നീ नहीं हटना। കഴിവിന്റെ പരമാവധി ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ जितना തുടങ്ങ്. हो सकता है प्रभु के चरण में बैठ के प्रार्थना നീ करो, കഴിവിന്റെ പരമാവധി അവന്റെ പിൻപിൽ യാത്ര ചെയ്യാൻ തുടങ്ങ്. उसके साथ साथ चलना शुरू करो, അവനെ മാത്രം നീ നോക്ക്. उसी को ताकते रहो। അവന്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല. पीछे निकला हुआ कोई लज्जित नहीं हुआ। ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. इस अध्याय में से देखते हैं ഹല്ലേലൂയ. 3-ാം അധ്യായം 8-ാം വാക്യത്തില്, 8वां वचन, ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. मैं तेरे कामों को जानता हूँ, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു मैंने तेरे सामने വെച്ചിരിക്കുന്നു. दरवाजा खोल रखा है, ആർക്കും അടച്ചുകൂടാ. कोई उसको बंद नहीं कर നിനക്ക് सकता। അല്പമേ ശക്തി ഉള്ളെങ്കിലും तेरा थोड़ा ही सामर्थ्य നീ है, എന്റെ വചനം കാത്തു. वो तो मेरा वचन थामे रखा। ഫിലദൽഫിയയിലുള്ള സഭയോട് ദൈവം ദൂത് പറയുകയാണ്. फिलदल्फिया के कलीसिया को प्रभु कहता है, ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. मैं तेरे कामों को जानता हूँ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. तेरे सामने हालेलुया ये हालेलुया एक दरवाजा खुला रखा ആ है। വാതിലിനെ പറ്റി ദൈവം പറയുകയാ, हालेलुया दरवाजे के बारे में कहता है, അതാർക്കും അടച്ചുകൂടാ. कोई बंद नहीं कर सकता। Praise the Lord. Hallelujah. നിനക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ ദൈവമാ തുറന്നു വെച്ചിരിക്കുന്നെങ്കിൽ यदि प्रभु ने हमारे कोई दरवाजा खोला तो അതാർക്കും അടയ്ക്കാൻ इस കഴിയത്തില്ല. दुनिया में कोई उसको बंद नहीं कर सकता। കാരണം എന്താണ് കർത്താവ് പറയുന്നുണ്ട്? कारण क्या प्रभु कहता है, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും तो तेरे अंदर थोड़ा ही सामर्थ्य നീ है। എന്റെ വചനം കാത്തു. हालेलुया तूने मेरा वचन का पालन किया। അതെല്ലാവരും കൂടെ ശ്രദ്ധിച്ചാട്ടെ. सब लोग इधर ध्यान दो। ദൈവത്തിന്റെ മഹത്വമുള്ള വചനം കേൾക്കുന്നത് प्रभु का वचन हम सुन യേശു ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. ये आपके जीवन में आशीष बने। ഫിലദൽഫിയയിലെ സഭയോട് പറയുക, हालेलुया फिलदल्फिया के कलीसिया से कहता है, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. हालेलुया तेरे अंदर थोड़ा ही ताकत है। നിനക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ല. हालेलुया तुझको खड़े होने के संजय आगे आ जाओ, इधर लाओ उसको। हे जोएल करो, इधर लेके इधर लेके। Praise the Lord. हाँ ഹല്ലേലൂയ. ഫിലദൽഫിയയിലെ സഭയോട് പറയുക, अरे फिलदल्फिया के कलीसिया के दूत से लिखता है, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. तेरा थोड़ा ही सामर्थ्य में जानता നിന്റെ हूँ, ബലമൊക്കെ കുറഞ്ഞു പോയി. तेरा बल कम हो गया मैं जानता നിന്റെ हूँ, ശക്തിയൊക്കെ കുറഞ്ഞു പോയി. तेरा ताकत कम हो गया मैं പക്ഷെ जानता हूँ। നീ എന്റെ വചനം കാത്തു. वो तूने मेरा वचन का पालन किया। വചനം അനുസരിച്ച് യാത്ര ചെയ്യുന്നവരുടെ മുമ്പിൽ ആർക്കും അടച്ചു വെക്കാൻ കഴിയാത്ത വാതിൽ जो തുറക്കുന്നത്. वचन का पालन करता है हालेलुया उसके सामने कोई दरवाजा बंद नहीं कर सकता। സാഹചര്യങ്ങളുടെ നടുവിൽ പിന്മാറി പോകുന്നവർക്കല്ല ആർക്കും അടച്ചുകൂടാത്ത വാതിൽ തുറക്കുന്നത്. परिस्थिति देख के भागने वाला के लिए कोई दरवाजा नहीं खुलता। പ്രശ്നങ്ങളുടെ നടുവിൽ സ്വന്തം വഴിയിലേക്ക് തിരിയുന്നവർക്കല്ല ദൈവം വാതിലും വഴിയും തുറക്കുന്നത്. प्रश्नों के बीच में हालेलुया ये सपना मार्ग लेने वालों के लिए कोई रास्ता नहीं खुलता। പ്രതികൂലത്തിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അവന്റെ വചനത്തെ ഭയന്ന് അത് കാക്കുന്നവനാ ആർക്കും അടച്ചുകൂടാത്ത വഴി തുറക്കുന്നത്. जो वचन का पालन करता है उसके लिए कोई भी बंद नहीं कर सकते, दरवाजा प्रभु खोल देगा। യോഹന്നാൻ ഇപ്രകാരം പറയുന്നത്, യോഹന്നാൻ ने ऐसे कहा, എനിക്ക് എവിടെ വരെ പോകാൻ പറ്റുമോ? मैं कहां तक जा सकता ഞാൻ हूं, അവിടെ വരെ അവന്റെ പിൻപേ യാത്ര वहां तक ചെയ്യും. उसके पीछे पीछे എന്റെ കൂടെയുള്ളവരെല്ലാം പിന്മാറി ഓടിപ്പോയി. मेरे साथ के सब लोग आगे पीछे എന്റെ സാഹചര്യം ഇപ്പൊ വലിയ പ്രതികൂലമാ. सारे केला परिस्थिति ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല. कोई मुझे सपोर्ट करने वाला नहीं। ചിലപ്പോൾ മരണം എന്നെ അടുത്ത നിമിഷത്തിൽ പിടിച്ചിരിക്കാം. अगला क्षण പക്ഷേ ഇതൊന്നും ഞാൻ വകവെക്കുന്നില്ല. लेकिन उसे मैं नहीं डरता। എന്നെ വിളിച്ചവരാണ് ആരാന്ന് എനിക്കറിയാം. मुझे बुलाया परमेश्वर को मैं जानता हूं, എന്റെ വിളിയെ കുറിച്ച് എനിക്ക് നല്ല തിട്ടമുണ്ട്. मुझे मालूम है ഈ പ്രശ്നങ്ങളൊന്നും എന്നെ കീഴ്പ്പെടുത്തുന്നില്ല. कोई मुझे रोक नहीं ഈ सकता, പ്രതികൂലങ്ങളൊന്നും എന്നെ തകർക്കത്തില്ല. ये गिरावट मुझे रोक नहीं എത്ര പേർക്ക് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്മോസ് പറഞ്ഞ ആത്മവിവശനായി കിടക്കുക ഇപ്പൊ യോഹന്നാൻ. अल्ले पतरस में हालेलुया आत्मा में हालेलुया यूहन्ना परिपूर्ण हो गया। ആത്മവിവശന എന്ന് പറയുന്ന കുറച്ച് ബലമൊക്കെ ക്ഷയിക്കുന്ന സമയം. हालेलुया तभी हालेलुया शरीर में बहुत कमजोर है। ഹല്ലേലൂയ. हालेलुया ആത്മവിവശനായി आत्मा में हालेलुया परिपूर्ण हो गया। പത്മോസ് യോഹന്നാനെ നോക്കി പറഞ്ഞേക്കാം, पतरस ने यूहन्ना को देख के बोला होगा, ഹല്ലേലൂയ, നിന്നെ പോലെ ഇതിനു മുമ്പേ വന്ന അനേക തടവുകാർ तेरे पहले क्या ही हालेलुया एक गुलाम यहाँ पे आए, ഇവിടെ വന്നവരാരും ഇതുവരെ ജീവനോടെ यहाँ आया कोई भी जिंदा वापस नहीं किया। ഹല്ലേലൂയ. നിന്നെ പോലെ ഇവിടെ വന്ന തടവുകാരും ഇതുവരെ രക്ഷപ്പെട്ടു പോയിട്ടില്ല. तेरे जैसे हालेलुया आया हुआ कोई भी गुलाम हालेलुया यहाँ से जिंदा नहीं किया। ഇവിടെ വെച്ചെല്ലാം തീർന്നിട്ടേ ഉള്ളൂ. सबको हालेलुया मृत्यु हमने देखा है। നല്ല വാർദ്ധക്യത്തിലെല്ലാം അവിടെ മരിക്കുന്നത്. हालेलुया वहाँ पे अच्छे बुढ़ापे में नहीं, पहले मर गए। ആയുസ്സിന്റെ മധ്യത്തിലാ പത്മോസിൽ വെച്ച് മരിച്ചു പോകുന്നത്. बहुत सारे लोग आधे आयु में मरते हुए हमने देखा है। പത്മോസ് അങ്ങനെ യോഹന്നാനെ നോക്കി പറയുകയാണ്, पतरस यूहन्ना को देख के बोला, ഇവിടുന്ന് ജീവനോടെ പോകും. यहाँ से तू जिंदा जाएगा कभी मत सोच। ഹല്ലേലൂയ. हालेलुया അപ്പൊ യോഹന്നാൻ ഇങ്ങനെ
ഇങ്ങനെ പറഞ്ഞു കാണുന്ന എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ऐसे सोचो यूहन्ना ने ऐसे जवाब दिया होगा, തിളച്ച എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടു. अल्लाह उबलते हुए तेल में मुझे डाला, തിളച്ച് മറിയുന്ന എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടു. उबलते हुए तेल में मुझे डाला. പക്ഷേ ആ എണ്ണയുടെ ബലത്തെ കെടുത്തിയ ഒരു ശക്തി എന്റെ ഉള്ളിലുണ്ട്. वो तेल के उबलते हुए हाल ताकत को रोका हुआ एक खाली सामर्थ में रहता है. തിളക്കുന്ന എണ്ണയ്ക്കകത്ത് ഒരു മാംസകഷ്ണം ഇട്ടാൽ എത്രയും പെട്ടെന്ന് ഫ്രൈ ആയി പോകാനുള്ള पहले സാധ്യത. एक मांस का टुकड़ा डाला तो फ्राई होके मिलता പക്ഷേ है. എന്ന് പറഞ്ഞാൽ ആ എണ്ണയുടെ ബലത്തെ കെടുത്തിയ ഒരു ആത്മശക്തി എന്നിലുണ്ട്. वो आग के ताकत को भी आगे थोड़ा हुआ परमेश्वर मेरे अंदर है. പിന്നെ നിന്റെ സാഹചര്യവും നിന്റെ പാരമ്പര്യവും ഒന്നും പറഞ്ഞ് എന്നെ കേൾപ്പിക്കണം. तेरा परंपरा मुझे मत बोल. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തിയോട് പറ. आज तुमको देखिए ललकारते हुए शैतान से बोलो, നിന്റെ ബലത്തെ കെടുത്തുന്ന ഒരു ബലം എന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. तेरे ऊपर जय देते हुए सामर्थ मेरे अंदर है. നിന്റെ വെല്ലുവിളി ഇനി ഉണ്ടാകാത്ത നിലയിൽ നിന്നെ തകർക്കുന്ന ഒരു ശക്തി എന്റെ ഉള്ളിലുണ്ട്. तेरे को नाश करते हुए ताकत प्रभु ने मेरे अंदर रखा है. എത്ര പേർക്ക് ശക്തിയോടെ പറയാൻ കഴിയോ? कितने लोग मुंह खोल के ताकत से बोल सकते എത്ര हैं? പേർക്ക് വിശ്വാസമുണ്ട്? कितने लोगों को विश्वास है? ചൂടവാരികനാരിക പ്രൗഢഗമനാരിക ലുടാരിക തുലകനാരിക പ്രൗഢഗമനാരിക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് യോഹന്നാൻ തീർന്നോ? यूहन्ना खत्म हुआ क्या? ആത്മാഭിഷേകം യോഹന്നാനായി കഴിഞ്ഞപ്പോ हैं? ആത്മാഭിഷേകത്തിലേക്ക് യോഹന്നാനായി जो കഴിഞ്ഞപ്പോ आत्मा में भर गया, സ്വർഗ്ഗഭവനായിട്ട് തുറക്കുക. स्वर्ग उसके लिए खुल गया. ആരും ഈ ലോകത്തെ കേൾക്കാത്തൊരു ദൈവശബ്ദത്തിന്റെ किसी ने नहीं सुना वो प्रभु का आवाज उसने सुना. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണാത്ത ദൈവത്തിന്റെ തേജസ് അവിടെ കാണുകയാണ്. मुड़ के देखा तो और किसी ने देखा वो प्रभु का महिमा देखता. ദൈവത്തിന്റെ മഹത്വം തനിക്ക് മുമ്പിൽ വെളിപ്പെടുകയാണ്. प्रभु का महिमा उसने देखा. ഹല്ലേലൂയ. പത്മോസ് യോഹന്നാനെ ഇല്ലാതാക്കുന്നതല്ല. पतमोस यूहन्ना को खत्म नहीं कर सकता. പത്മോസിന്റെ പാരമ്പര്യം യോഹന്നാനെ ഇല്ലാതാക്കുന്നതല്ല. पतमस यूहन्ना को खत्म नहीं कर सकता. ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ आज आप जिस चुनौती से गुजर रहे हो, യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചതുപോലെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ यूहन्ना ने जैसे यीशु से प्यार किया, हम भी यदि प्रभु से प्यार करते हैं. ആരെയും കാണാത്ത ദൈവ മഹത്വം നമുക്ക് കാണുവാനിടയായി തീരും. किसी ने नहीं देखा प्रभु की महिमा को हम देखें. ആരെയും നോക്കാതെ യേശുവിനെ മാത്രമാണ് നീ നോക്കി യാത്ര ചെയ്യുന്നെങ്കിൽ किसी को नहीं देखते हुए यीशु को देखे सब. ആരും കേൾക്കാത്ത ദൈവശബ്ദം നമ്മുടെ കാതിൽ किसी ने नहीं കേൾക്കാനിടയായി सुना തീരും. प्रभु का आवाज सुन सुनो. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അപ്രകാരം ഒരു ദൈവ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം? कितने लोग चाहते हैं ऐसे एक महिमा हमारे जीवन पर प्रकट हो. ഹല്ലേലൂയ. 7 സഭകൾക്ക് എഴുതി അയക്കുന്ന ദൂത് നമുക്ക് അവിടെ താഴോട്ട് കാണാൻ ये സാധിക്കും. 7 कलीसिया को लिखा हुआ हालेलुया संदेश वहां पे लिखा है. തന്റെ ജനത്തെ ഒരുക്കി ഹല്ലേലൂയ മണവാട്ടിയെ പോലെ നിർമ്മല കന്യകയെ പോലെ ഒരുക്കി എടുക്കുന്ന ദൈവിക വെളിപ്പാടാണ് യോഹന്നാൻ കൊടുത്തത്. हालेलुया प्रभु के कलीसिया को हालेलुया उसका दुल्हन बना के पवित्र बनाते हुए संदेश लिखा है. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടായിരുന്നാൽ प्रभु के चरणों में विश्वास रहे, നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി हम മാറും. बाकियों के लिए आशीष बन जाए. ഹല്ലേലൂയ. അവിടെ വെച്ച് പേന എടുത്ത് യോഹന്നാൻ എഴുതി തുടങ്ങുകയാണ്. वहां पे यूहन्ना ने लिखना शुरू किया. ശത്രു പറഞ്ഞു ഇവിടെ നിന്റെ അവസാനമാണെന്ന്. शत्रु ने बोला तू खत्म हो जाए. ശത്രു പറഞ്ഞു പത്മോസിൽ നിന്ന് ആരും ഇതുവരെ പോയിട്ടില്ല. हालेलुया पतमस से कोई जिंदा नहीं गया. പക്ഷെ ദൈവം നോക്കിയിട്ട് പറയാ लेकिन प्रभु ने कहा ഇത് നിന്റെ അവസാനമല്ല. ये तेरा अंत നീ नहीं. ചിലത് എഴുതി തുടങ്ങുകയാ. वो हालेलुया तुझे ഇത് നിന്റെ ചിലതിന്റെ ആരംഭമാ. वो ये तेरा शुरुआत है. പത്മോസ് നിന്റെ ഹല്ലേലൂയ അവസാനത്തെ സരളമല്ല. हालेलुया पतमस अंत नहीं. ഹല്ലേലൂയ ഇത് ദൈവമഹത്വം നീ കാണുന്നുണ്ടെങ്കിൽ, यदि तू प्रभु का संतान है, ദൈവശബ്ദം നീ കേൾക്കുന്നുണ്ടെങ്കിൽ यदि तू प्रभु का आवाज सुनता है तो ചിലതിന്റെയൊക്കെ ആരംഭമാണെന്ന് ദൈവാത്മാവ് प्रभु का आत्मा कहता है कुछ शुरुआत प्रभु कर रहा है. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ यशायाह की किताब 6वें अध्याय में आते हैं. ഉസിയ ഭരിച്ച കാണ്ടിൽ യെശയ്യാവ് ദൈവിക മഹത്വം കാണുക ദർശിച്ച്. हमारे वेद में हालेलुया उसी साल में हालेलुया उसने दर्शन पाया. ദൈവത്തിന്റെ മഹത്വം യെശയ്യാവ് കാണുമ്പോ प्रभु का महिमा जब यशायाह ने അയ്യോ എന്ന് യെശയ്യാവ് നിലവിളിച്ചിട്ട് പറയാ, അയ്യോ എനിക്ക് കഷ്ടം, वो कहता है हाय हाय ഞാൻ നശിച്ചു പോയി. मैं नाश हुआ. യെശയ്യാവ് വിചാരിക്കുന്ന അവിടെ വെച്ച് അവസാനിക്കുവാണെന്നാ. यशायाह सोचता है वहां पे खत्म हो जाएगा. ബാക്കി 60 ദൈവത്തിന്റെ വെളിപ്പാട് എഴുതുക പ്രവചനം എഴുതുന്ന യെശയ്യാവിനെ പിന്നെ കാണാൻ സാധിക്കും. उसके बाद महिमा पर 60 अध्याय लिखने प्रभु ने उसको मदद की. സാഹചര്യങ്ങളെ നോക്കി ഭയക്കരുത്. परिस्थिति को देख के मत डरो. നമ്മൾ ആരെ സേവിക്കും നമ്മൾ മനസ്സിലാക്കണം. किसका सेवा करते हैं? നമ്മളെ വിളിച്ചത് ആരാണെന്ന് മനസ്സിലാക്കണം. किसने बुलाया उसको याद നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു മനസ്സിലാക്കണം. उसके लिए जीते स्मरण ഇതൊന്നും നമ്മുടെ അവസാനമല്ല. ये अंत नहीं. ഇത് ചിലതിന്റെയൊക്കെ ആരംഭമാ. प्रभु कुछ नया शुरुआत कर रहा है. പത്മോസിൽ വെളിപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. वो प्रभु की उपस्थिति यहाँ पे है. എല്ലാവരും കണ്ണുകളെ सब अपने आंखों को बंद करें. അവൻ വിശുദ്ധനായ ദൈവമാ. वो पवित्र परमेश्वर അവൻ है. കഴിവ് കെട്ട ദൈവമല്ല. वो हालेलुया हारा हुआ नहीं है. അവൻ തോറ്റ ദൈവമല്ല. हारा हुआ परमेश्वर नहीं है. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന സന്ദേശം ഇപ്രകാരമാ. प्रकाशित वाक्य में से संदेश देखो. മഹത്വവും തേജസ്സുമുള്ള യേശു ക്രിസ്തു महिमा और हालेलुया से परिपूर्ण यीशु അവന്റെ സകല ശത്രുക്കളെ കീഴടക്കിക്കൊണ്ട് उसके सारे शत्रुओं को अधीन करते हैं. അവന്റെ രാജ്യം സ്ഥാപിച്ച് उसका राज्य स्थापित करते हैं. തന്റെ ജനത്തെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. उसके लोगों को अनंत काल में प्रवेश
कर रहा है, അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. उसकी उपस्थिति हमारे बीच में। നമ്മളെ പ്രിയ മക്കളാക്കി തീർത്തത് കാൽവറിയിലെ മരണമാ. हमें हालेलुया उसका प्रिय संतान कालवरी शरीर की मौत के द्वारा, അവനെ അറിഞ്ഞ ശേഷം उसको जानने के बाद നാം ഈ വചനം അനുസരിച്ച് വിശുദ്ധിയിൽ വേർപാടിൽ इस वचन के ജീവിക്കണം. अनुसार एक पवित्र जनता है। ഹാലേലൂയ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 27 अध्याय 24-ാം വാക്യത്തിൽ ക്രൂശീകരണ സമയത്തെ പറ്റി മത്തായി പ്രകാരം പറയുന്നു. हालेलुया 24 आयत में मत्ती ऐसे लिखता है, ആരവാരം അധികമാകുന്ന യാതൊന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടത്. पिलातुस ने देखा कुछ बन नहीं पड़ता, വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി. उसे लोग के सामने अपना हाथ धोया। എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. सब ध्यान दे, തിരുമേശ എടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വചനങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. रेस लेने वाले सब लोग याद रखे। അരവാരം അധികമാകുന്നതല്ലാതെ अरे देखो उलट मत बढ़ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് पिलातुस ने और कुछ नहीं बन पड़ा, വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി. उसने हल्ले अपने हाथ धोए। ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. ये हालेलुया निष्पाप व्यक्ति के जीवन में मेरा कोई भाग नहीं। കോടതികൾ മാറി മാറി വിധിക്കുമ്പോഴും हालेलुया जब कई कोर्टों में हालेलुया उसको देखा गया, ഒരു മനുഷ്യനും ഒരു ന്യായാധിപനും കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. किसी ने उसके अंदर कोई दोष नहीं देखा। പീലാത്തോസ് പറയും എനിക്ക് അവനിൽ ഒരു കുറ്റവും കാണാൻ സാധിക്കില്ല. पिलातुस के अंदर मैं उसके अंदर कोई दोष नहीं പിന്നെ देखा। എന്തിനാ ക്രൂശിക്കാൻ അവൻ വിധിച്ചത്? फिर क्यों क्रूस में चढ़ाया? എന്തിനാ ചാട്ടവാറ് കൊണ്ട് അടിപ്പാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തത്? फिर उसको कोड़े क्यों लगवाया? നമ്മളെല്ലാം പ്രിയ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാ. हम सब प्रिय संतान बनाने, സകല പാപവും പോക്കി അവന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയാ കാൽവരിലേക്ക് അവൻ നടന്നു നീങ്ങുന്നത്. सारे पाप से धोके में शुद्ध करने के लिए। നമ്മുടെ വേദനകളെയും രോഗങ്ങളെയും ചുമന്നുകൊണ്ട് അഭാരമേറിയ ക്രൂശിന് വേണ്ടി അവൻ കാൽവരിലേക്ക് നടന്നു നീങ്ങുകയാ. हमारे दर्दों को उठा के जा रहा है, നമ്മളെ പ്രിയരും വിശുദ്ധരുമാക്കി തീർക്കാൻ അവർ യാത്ര उसको पवित्र बनाने के लिए। 45-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. 45 आयत में देखते हैं, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 6 घंटे से 9 घंटे से सारे देश में अंधकार रहा। ഏകദേശം 9 മണി നേരത്ത് 9 घंटे में യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. यीशु मसीह चिल्लाकर कहा, एली एली लमा शबक्तानी, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ये मेरे प्रभु ने मुझे क्यों छोड़ दिया? അങ്ങനെ ആളുകൾ വിളിച്ച് പ്രാണനെ വിടുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ऐसे प्राण त्याग देते हुए यीशु, അവന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടുപോകുന്ന വേദന അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. उसके हड्डियों का जोड़ तो हाल निकल गया। ചാട്ടവാറ് കൊണ്ട് അടിച്ച് ഉഴുതു മറിച്ച മാംസപേശികളുടെ വേദന അവൻ അനുഭവിക്കുന്നുണ്ട്. आगे घोड़े लगा कर लिया, उसका पीठ फाड़ा गया। അവന്റെ ഞരമ്പുകളെല്ലാം പൊട്ടി ചീറ്റി ഒഴുകുന്ന രക്തത്താൽ ഒഴുകുന്ന വേദന അവൻ അനുഭവിക്കുന്നുണ്ട്. सारे नस फट के उसमें लहू बहता, തലയോട്ടിലേക്ക് അടിച്ച് തറച്ച മുൾക്കരിയിടത്തിന്റെ വേദന അവൻ അനുഭവിക്കുന്നുണ്ട്. उसके सर पर कांटों का मुकुट रख के मारा गया। ഇതെല്ലാം നമ്മളെ വിശുദ്ധരാക്കി മാറ്റാനാ. सब कुछ हमें पवित्र बनाने के അവനെ അറിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോകരുത്. लिए। ये देखने के बाद वापस पाप में न जाए। വിശുദ്ധിയിലും വേർപാടിലും വേണം നമ്മൾ ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുക. पवित्रता में इस आगे बीच में सभा, അവന്റെ വിശുദ്ധ തിരുമേശയിൽ നമുക്ക് ഭാഗവാക്കാകുമ്പോ पवित्र बीच में सभा के समय ഏതെങ്കിലും ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടെങ്കിൽ जीवन में कोई पाप है, അത് ഏറ്റു പറഞ്ഞു ശുദ്ധനായിട്ട് വേണം ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുക. पवित्र होकर इस बीच में सभा के जाए। അതല്ല അയോഗ്യനായി നമ്മൾ ഈ മേശയിൽ നിന്ന് ഭാഗവാക്കുന്നതെങ്കിൽ अनुचित तरीके से इस बीच में सभा के जाए, നമ്മൾ കുറ്റക്കാരായി या മാറുവാനിടയാണ്. लोग दोषी ठहरेंगे। ഇന്ന് പകൽ അല്പ നിമിഷം നിങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന थोड़ी ചെയ്താൽ देर अपने आप को परखे, ഹാലിൽ പരസ്യമായോ രഹസ്യമായോ എന്തെങ്കിലും പാപമുണ്ടോ എന്നൊന്ന് ശോധന ചെയ്താട്ടെ. तुम्हें या खुला कोई आपका जीवन में पाप है तो ഉണ്ടെങ്കിൽ പകൽക്കാലം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാട്ടെ. कबूल करके छोड़ दे। ഈ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ये सुना वचन के सामने अपने को नंबर दी, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आंखों को बंद करें, പരിശുദ്ധ പിതാവേ എന്ന സമയത്തിനായി സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, തിരുമേശയുടെ ഭാഗവാക്കാവാൻ അടികളെ തന്നെ സമർപ്പിക്കുന്നു. ഏതെങ്കിലും പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ അങ്ങയുടെ രക്തദാഹനിക്ക് ശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷ ജീവനെ അഭിഷുദ്ധനെ ബലപ്പെടുത്തുമാറാകണമേ. ഈ തിരുമേശ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ട നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.